നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ഗാസ സമാധാനത്തിനായുള്ള ബോർഡ് ഓഫ് പീസ് സമിതിയിൽ ചേരാൻ സമ്മതമറിയിച്ച 8 പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങൾ. മിഡിൽ ഈസ്റ്റിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും സുസ്ഥിരമായ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുവാൻ ഈ സമിതി മുൻകൈയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് സമാധാന ദൌത്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ചെങ്കിലും ഇന്ത്യ ബോർഡ് ഓഫ് പീസ് സമിതിയിൽ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ നിർണായക മാറ്റം. നാറ്റോ മേധാവിയുമായി ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന താരിഫ് ഭീഷണി ട്രംപ് പിൻവലിച്ചു. നാറ്റോ സെക്രട്ടറി ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ ധാരണയായത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകുന്നത് സുരക്ഷാപരമായി ഗുണകരമാകുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഈ പുതിയ കരാറിലൂടെ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഗ്രീൻലാൻഡ് വിഷയം യുഎസും നാറ്റോ സഖ്യകക്ഷികളും ചേർന്ന് പരിഹരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾ ഗ്രീൻലാൻഡ് കൂട്ടിച്ചേർക്കുന്നതിനുള്ള തീരുമാനത്തിന് ഒരു കാരണമായെന്ന് ട്രംപ് പ്രസ്താവിച്ചിട്ടും ഗ്രീൻലാൻഡിനെ യുഎസിന്റെ ഭാഗമാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെ പുടിൻ പിന്താങ്ങി. അതേസമയം ഗ്രീൻലാൻഡ് ജനതയോട് പുടിൻ അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഗ്രീൻലാൻഡിന് എന്ത് സംഭവിക്കുന്നുവെന്നത് ഞങ്ങളുടെ കാര്യമല്ല എന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പുടിൻ പറഞ്ഞു. ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ എല്ലായ്പ്പോഴും ഒരു കോളനിയായി കണക്കാക്കുകയും വളരെ ക്രൂരമായ രീതിയിൽ ഗ്രീൻലാൻഡിനോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഞങ്ങളെ ബാധിക്കുന്നില്ല, അത് അവർ സ്വയം പരിഹരിക്കുമെന്ന് കരുതുന്നതായും പുടിൻ കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പദ്ധതികളോടുള്ള റഷ്യയുടെ സഹകരണം പാശ്ചാത്യ ഐക്യം ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ തന്ത്രമായാണ് കണക്കാക്കുന്നത്. ഈ തന്ത്രം വിജയിക്കുന്നതായാണ് സൂചന. സഖ്യകക്ഷികളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിട്ട ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ അസാമാന്യ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുകയും അത്ഭുതകരമായ കാര്യങ്ങൾ നേടിയെടുക്കുകയും എല്ലാവരെയും വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഷീ ജിൻപിങ്, പുടിൻ എന്നിവരുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. അതിനിടെ ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ പുടിൻ സമ്മതിച്ചുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം അന്തിമ തീരുമാനമായിട്ടില്ല എന്നും വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പുടിൻ പ്രതികരിച്ചു. ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ തുടങ്ങിയ തർക്കത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയുടെ പ്രഖ്യാപനം. ഗ്രീൻലാൻഡ് മാത്രമല്ല, ആർട്ടിക് മേഖലയുടെ മുഴുവൻ സുരക്ഷയും സംരക്ഷിക്കുവാനുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കുവാൻ നാറ്റോ ഒപ്പമുണ്ടാകുമെന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കി. കൂടാതെ ഗ്രീൻലാൻഡിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടി ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡിന്റെ ചില ചെറിയ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് സൂചന. അതിനിടെ ഗ്രീൻലാൻഡിൽ സാമ്പത്തികമായോ സൈനികമായ സ്വാധീനം ഉറപ്പിക്കുവാൻ റഷ്യയും ചൈനയും ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുമെന്ന് നാറ്റോ പ്രസ്താവനയിൽ അറിയിച്ചു. ബുധനാഴ്ച ഫോക്സ് ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിൽ ബ്രെറ്റ് ബെയറിനോട് സംസാരിക്കവേ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ പ്രദേശത്തിന്മേലുള്ള ഡെൻമാർക്കിന്റെ പരമാധികാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാനത്തിനായുള്ള ബോർഡർ ഓഫ് പീസ് സമിതിയിൽ ചേരാൻ ക്ഷണം ലഭിച്ച ലോക നേതാക്കളിൽ ലയ 14 പാപ്പയും ഉൾപ്പെട്ടുവെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ പറഞ്ഞു. വിഷയം പാപ്പയുടെ പരിഗണനയിലാണെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ജനുവരി 21 റോമിലെ ഫ്രാൻസിസ്കൻ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ആന്റോണിയാനത്തിൽ നടന്ന പരിപാടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു കർദിനാൾ പരോളിന്റെ പ്രതികരണം. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയദൈർഘ്യം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നതായും കർദിനാൾ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ വത്തിക്കാൻ പ്രസ് ഓഫീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തിയതിന് പിടിയിലായവരെ കാത്തിരിക്കുന്നത് ക്രൂര പീഡനമെന്ന് റിപ്പോർട്ട്. പ്രതിഷേധത്തിന്റെ പേരിൽ പിടിയിലായ ഇർഫാൻ സോൾട്ടാനിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും കടുത്ത പീഡനം നേരിടേണ്ടി വന്നേക്കുമെന്നാണ് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നത്. സമാനമായ അനുഭവങ്ങൾ മുൻപ് ഇറാനിൽ തടവിൽ കഴിഞ്ഞിട്ടുള്ള പലരും പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ച കുറഞ്ഞത് 3000-ലധികം പ്രതിഷേധക്കാരെയാണ് സർക്കാർ വിരുദ്ധ കലാപത്തിന്റെ പേരിൽ പിടികൂടിയിരിക്കുന്നത്. കൂട്ട വധശിക്ഷ നടപ്പാക്കുമെന്ന് ഭീഷണി മുഴക്കിയെങ്കിലും പിന്നീട്
ഇറാൻ ഭരണകൂടം രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തടവിലെ പീഡനം ഇവർക്ക് നേരിടേണ്ടി വരുമെന്ന ഭീതി പിടിയിലായവർക്കും കുടുംബാംഗങ്ങൾക്കും മനുഷ്യാവകാശ സംഘടനകൾക്കുമുണ്ട്. സർക്കാർ വിരുദ്ധ പ്രകടനക്കാരെ വധിക്കുന്നത് ഇറാനെതിരായ US സൈനിക നടപടിക്ക് കാരണമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് വധശിക്ഷയുടെ കാര്യത്തിൽ ഇറാന്റെ നയമാറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. ഫൈസലാബാദിൽ 12 വയസ്സുകാരിയായ ക്രിസ്ത്യൻ പെൺകുട്ടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തിൽ പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെ പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്നും അവർ നിരന്തരം തട്ടിക്കൊണ്ടുപോകലിനും മതം മാറ്റത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാകുകയാണെന്നും HRFP പ്രസിഡന്റ് നവീദ് വോൾട്ടർ ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികൾക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കണമെന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ അന്താരാഷ്ട്ര സമൂഹത്തോടും പാക് സർക്കാരിനോടും ആവശ്യപ്പെട്ടു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടിയിൽ നട്ടം തിരിഞ്ഞ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ ഏതാണ്ട് 30 ദിവസത്തേക്കുള്ള വെള്ളമേ ശേഷിക്കുന്നുള്ളൂ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായ തർബേല, മംഗള എന്നിവ ഏറെക്കുറെ വറ്റിയ നിലയിലാണ്. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് 85% മുതൽ 90% വരെ ആശ്രയിച്ചിരിക്കുന്നത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരിക്കുന്ന വെള്ളത്തെയായിരുന്നു. ഇത് നിലച്ചതോടെ വെട്ടില പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ UN-ലും പല രാജ്യാന്തര വേദികളിലും പരാതി ഉന്നയിക്കുകയും വിവിധ രാജ്യങ്ങളിൽ അംബാസഡർമാരെ വിളിച്ച് പരിഭവം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും ഇതിനിടെ പാകിസ്ഥാൻ സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു. UN രക്ഷാസമിതി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ തുടങ്ങിയ തലത്തിലെല്ലാം പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചുവെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്വന്തം നയമായി സ്വീകരിക്കുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്നാണ് ഇന്ത്യയുടെ ഭാഗം. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.